സക്സസ് അക്കാദമിയുടെ അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ സെക്ഷനിലൂടെ SSC GDൻ്റെ അടുത്തൊരു ഷിഫ്റ്റ് റീസണിങ് ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ഈ ഒരു ഡേറ്റിൽ ചോദിച്ചു 11th January 2023 ഷിഫ്റ്റ് 4 ചോദിച്ച റീസണിങ് ക്വസ്റ്റ്യൻസ്. ഓക്കെ അല്ലേ? അപ്പോൾ നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ സെറ്റ് ഇൻ വിച്ച് ദ നമ്പേഴ്സ് ആർ റിലേറ്റഡ് ഇൻ ദ സെയിം വേ ആസ് ആർ ദ നമ്പേഴ്സ് ഓഫ് ദ ഫോളോയിങ് സെറ്റ്. ഒക്കെ നോട്ട്സ് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്പേഴ്സ് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ സെറ്റ് ഏതൊക്കെയാണ്? 11, 20, 341, 25, 33, 638. ഓക്കെ, ഇപ്പോൾ ആ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താണ്, രണ്ട് സെറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഈ രണ്ട് സെറ്റ് ഉണ്ട്. ഈ രണ്ട് സെറ്റുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഈ 4 ഓപ്ഷൻസിൽ ഏതാണെന്ന് നോക്കിയാൽ മതി. ഇവിടെ നോക്കിയാൽ ഫസ്റ്റ് സെറ്റ് 11, 20, 341. അതെങ്ങനെ കണക്ട് ചെയ്തിരിക്കണം നോക്കാം. 11, 20, 341. ഓക്കെ അല്ലേ? ഫസ്റ്റ് നമ്പർ 11, സെക്കൻഡ് നമ്പർ 20, തേർഡ് നമ്പർ 341. ഓക്കെ, ഒരു പ്രത്യേക രീതിയായിരിക്കും കണക്റ്റിട്ടുണ്ടാവുക. ആ ഒരു സെയിം പാറ്റേൺ എന്തിൽ ഫോളോ ചെയ്യണം? 25, 33, 638. ഓക്കെ അല്ലേ? ഇപ്പോൾ ഇവിടെ നോക്കിയത് ഫസ്റ്റ് നമ്പർ, ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പർ 11 + 20 എത്ര വരും? 31 അല്ലേ? 31 കിട്ടി. ഓക്കെ അല്ലേ? ഇനി 31 എന്ത് ചെയ്താൽ നമുക്ക് 341ലേക്ക് കിട്ടും? 31 × 11 341 ആണ്. 31 × 11 341. അതായത് 31 11 ടൈംസ്, 10 ടൈംസ് ആകുമ്പോൾ 310. ഇനി എഗെയിൻ 31, അതായത് 1 4. ഓക്കെ അല്ലേ? ഇനി ആ ഒരു കണക്ഷൻ നമുക്ക് ഈ ഒരു കേസിൽ വേണ്ട നോക്കാം. 25, 33, 638. എന്താ ചെയ്യേണ്ടത്? 25 + 32 എത്ര വരും? 25 + 33 എത്ര വരും? 58 വരും. 58 ഇൻറ്റു ഇവിടെ എന്താ ചെയ്ത്? ഇൻറ്റു 11. 58 × 11 688ലേക്ക് വരുമോ നോക്കാം. അതെ, 58 × 11 അതായത് 58 11 ടൈംസ്, 10 ടൈംസ് 5, പിന്നെ എഗെയിൻ 58, 8 + 5 13, റിമൈൻഡർ 1 6, 638. ഓക്കെ അല്ലേ? ഇപ്പോൾ രണ്ട് കണ്ടീഷൻ ഫോളോ. അപ്പോൾ അതുമായിട്ടുള്ള സിമിലർ ആയിട്ടുള്ള ഓപ്ഷനിൽ നോക്കിയാൽ മതി. ഇനി ഇവിടെ ഞാൻ എത്ര വെച്ചാൽ മൾട്ടിപ്ലൈ? ഒരു 2 ഡിജിറ്റ് നമ്പറിനെ 11 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത്. ഇവിടെ നോക്കിയാൽ ഒരു 2 ഡിജിറ്റ് നമ്പറിനെ 11 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത്. ഒരു 2 ഡിജിറ്റ് നമുക്കിപ്പോൾ അറിയാം. 31 കണ്ടപ്പോൾ തന്നെ ഞാൻ 341 എന്ന് പറയുന്നത്. അതായത് ഒരു 2 ഡിജിറ്റ് നമ്പറിനെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളൊരു ടെക്നിക്ക് നോക്കാം. അതായത് ഇപ്പോൾ 32 × 11. 32 × 11 ആയിരുന്നെങ്കിൽ അത് സിമ്പിളായിട്ട് നമുക്ക് എഴുതാം 3. അതായത് എങ്ങനെ എഴുതണം? അത് 352 ആണ്. അതെങ്ങനെ എഴുതണത്? 3ഉം 2ഉം അകത്തി എഴുതുക. then again 3 + 2 5. ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ അല്ലേ? ഇനി 62 × 11 ആണ്. എൻ്റെ ആൻസർ എത്രയായിരിക്കും? 62 × 11, 6ഉം 2ഉം അകത്ത് 6 + 2 8 ആണ്. 682 ആയിരിക്കും ഇതിൻ്റെ ആൻസർ. ഇനി ഒരു ക്വസ്റ്റ്യനിൽ 43 473 ഇങ്ങനെയാണ്. 473 ആണ്. അത് 11ൻ്റെ എത്രാമത്തെ മൾട്ടിപ്ലൈ? അത് നമുക്ക് സിമ്പിളായിട്ട് എഴുതാം. 11 × ഇതെന്താ ചെയ്തിരിക്കണം? 4 + 3 ആണ് 7 എന്ന് പറയുന്നത്. 4 + 3 7. അപ്പോൾ 43 × 11 എന്ന് പറയുന്നിടത്ത് അത് എത്രയായിരിക്കും? 473 ആയിരിക്കും. അതേപോലെ ഇവിടെ 31, ഇവിടെ 3ഉം 4ഉം തമ്മിൽ പ്ലസ് ചെയ്താണ് 4. അപ്പോൾ 3 + 1 4 ആണ് നടുക്കിടക്കണം അല്ലേ? ഇനി ഇതിൻ്റെ ഒരു സ്പെഷ്യൽ കേസ് വരുന്നത് ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ഇനിയിപ്പോൾ 74 × 11 ചെയ്യണം. 74 × 11. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 7ഉം 4ഉം സെയിം പ്രോസസ് അകത്ത് എഴുതുക. 7 + 4 11 ആണ്. ഇതിങ്ങനെ എഴുതരുത്, 11 എന്ന് എഴുതരുത്, ഇത് തെറ്റാണ്. ഇനി അതെങ്ങനെ എഴുതാം? 7ഉം 4ഉം അതേപോലെ തന്നെ സെയിം പ്രോസസ്സ് 7ഉം 4ഉം അകത്ത് എഴുതി. ഇനി ഒരു ഡിജിറ്റാണ് എപ്പോഴും നമ്മൾ സെൻറ്ററിൽ എഴുതണം. അപ്പോൾ 7 + 4 11 ആണ്. ഒരു 1 എഴുതി, ഒരു 1 7ൽ ഇവിടെ കൊടുക്കുക. 4 1 8, 814 ആണ് ഇതിൻ്റെ ആൻസർ. അങ്ങനെയാണ് ഓർമ്മ. നമുക്ക് ഒന്ന് നോക്കാം. നെക്സ്റ്റ് 84 × 11. 84 × 11 എത്ര വരും? അല്ലെങ്കിൽ 85 × 11 എത്ര വരും? 85 × 85 അകത്ത് എഴുതുക. 8 + 5 13 ആണ്. അതിൽ 1ഉം 3ഉം എഴുതരുത്, 3 മാത്രം എഴുതുക. എഗെയിൻ 1 8 കൊടുക്കുക. 5 3 8 + 1 9, 935 ആയിരിക്കും ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. അങ്ങനെയല്ല ഇവിടെ വന്നത്. ജസ്റ്റ് ഇവിടെ നോക്കിയോ. 25 33, 25 + 33 58 ആണ്. 58 × 11 സിമ്പിളായിട്ട് നമുക്ക് എഴുതാം. 5 8 ഡിസ്റ്റൻ്റ് ആയിട്ട് എഴുതുക. 8 + 5 13, 3 റിമൈൻഡർ 1, അതായത് 8 3 638. ഓക്കെ അല്ലേ? ശരി, ഇനി ഓരോ ഓപ്ഷനായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കണക്ഷൻ എന്തായിരുന്നു? ഫസ്റ്റ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പർ, ഫസ്റ്റ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പർ ഇൻറ്റു 11 = തേർഡ് നമ്പർ. ഓക്കെ അല്ലേ? ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയേ. 12 + 29, അതായത് 29 + 10 39 30 41. 41 × 11 ചെയ്താൽ നമുക്ക് എത്ര എഴുതാം? നമുക്കറിയാം. ഇപ്പോൾ സിമ്പിളായിട്ട് അറിയാം. 41 × 11 എന്ന് പറയുന്ന നേരത്ത് 451 ആണ്. ഇവിടെ എത്ര? 341 ആയിട്ടാണ് കണക്റ്റിരിക്കണം. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ അവോയ്ഡ് ചെയ്യുക. ഓക്കെ അല്ലേ? ഇനി സെക്കൻഡ് ഓപ്ഷൻ 12 + 32 എത്ര വരും? 32 + 10 42, 42 + 2
44 ഇൻറ്റു 11. 44 ഇൻറ്റു 11 നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. എങ്ങനെ 44 ഇൻറ്റു 11 4 അകത്ത് എഴുതുക. 4 + 4 8 484 അല്ലേ. ഫസ്റ്റ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പർ, അതായത് 12 + 32 44. 44 ഇൻറ്റു 11 ചെയ്യാൻ നേരത്ത് തേർഡ് നമ്പർ, അതായത് 44 ഇൻറ്റു 11 484. അപ്പോൾ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി 12 32 484. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. സെലക്ട് ദ കറക്റ്റ് കോമ്പിനേഷൻ ഓഫ് മാത്തമാറ്റിക്കൽ സയൻസ് ടു സീക്വൻഷ്യലി റീപ്ലേസ് ദ സയൻസ് ആൻഡ് ടു ബാലൻസ് ദ ഗിവൺ ഇക്വേഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒരു ബോട്ട് മാസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇത് ഓരോ സൈൻസ്, അതായത് ഈ ഒരു സൈൻ മാറ്റിക്കൊണ്ട് ഏത് സൈനിലേക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഇക്വേഷൻ ബാലൻസ് ആവും. അതെ, ഫസ്റ്റ് ഓപ്ഷൻ ചെയ്യാം. 48 നമ്പേഴ്സിന് ചേഞ്ച് ചെയ്യില്ല. 48 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു 5 = 5 ഇൻറ്റു 4. ഓക്കെ, ഇത് ബാലൻസ് ആവുമെന്ന് നോക്കാം. അതായത് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ, LHS RHS ഈക്വൽ. എൻ്റെ വാല്യൂ ഇത് ഇവിടെ എത്രയാണ് 20 ആണ് അല്ല. ഇവിടെയും 20 വരുമെന്ന് നോക്കാം. 48 ബൈ, അതായത് ഇവിടെ ബോട്ട് മാസ് റൂൾ അപ്ലൈ ചെയ്യുക. ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ. അപ്പോൾ ബ്രാക്കറ്റ് ഓഫിൽ ഡിവൈഡ് 48 ബൈ 12 എത്ര നമുക്കറിയാം 4 ആണ്. 4 ഇൻറ്റു 5 എത്ര വരും? 4 ഇൻറ്റു 5 20 അല്ലേ. 4 ഇൻറ്റു 5 20. LHS = RHS. ഇക്വേഷൻ ബാലൻസ് ആയി. അപ്പോൾ ഏത് സൈൻ ഇതിലേക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് ഇക്വേഷൻ ബാലൻസ് ആവുക? ഡിവൈഡ് ഇൻറ്റു ഈക്വൽ ടു, ഡിവൈഡ് ഇൻറ്റു ഈക്വൽ ടു ഇൻറ്റു. ഫസ്റ്റ് ഓപ്ഷൻ. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. In a certain code language, Brave is coded as 48 and Spear is coded as 59. How will Victor be coded in that language? ഓക്കെ, അടുത്തൊരു കോഡിംഗ് സെക്ഷൻ ആണ്. അപ്പോൾ ബ്രേവ് എന്നുള്ളത് 48, അതേപോലെ സ്പിയർ എന്നുള്ള 59ലേക്ക് കോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ടത് വിക്ടർ അല്ലേ. ഇപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ഇത് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് ആൽഫബറ്റിൻ്റെ നമ്പർ അറിയണം. ഇപ്പോൾ നമുക്കറിയാം B എന്ന് പറഞ്ഞാൽ 2 ആണ്, R 18 ആണ്, A എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്പറാണ്, അതേപോലെ ആൽഫബറ്റിൻ്റെ നമ്പർ. അപ്പോൾ ഇതിനായിട്ട് ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. ഇജോട്ടി, ഈ ഒരു കണക്ഷൻ ഓർത്തിരിക്കുക. ഇജോട്ടി 5 10 15 20 25 സ്ഥാനത്തുള്ള ലെറ്റേഴ്സാണ് ഇജോട്ടി എന്ന് പറയുന്ന നേരത്ത് അല്ലേ. ഇനി ബി, ഇതേ ഇവിടെ നോക്കിയാൽ 6 വേണം. 6 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് RST എന്നാ പറയാം. T നമുക്കറിയാം 20 ആണ്, S 19, R 18 ആയിരിക്കും അല്ലേ. ഇനിയിപ്പോൾ ഇത് എക്സ് വേണം. എക്സ് നമുക്കറിയാം 24, അതായത് Y നമുക്കറിയാം 25 ആണ്, X 24 തൊട്ട് മുമ്പ്. ഇനി അതേപോലെ പി വേണം. പി എന്ന് പറഞ്ഞാൽ 16 ആണ്. കാര്യം എന്താ, O നമുക്കറിയാം 15 ആണ്. O കഴിഞ്ഞാൽ തൊട്ടടുത്ത ലെറ്ററാണ് പി എന്ന് പറയുന്നത് അല്ലേ. ആ ഒരു കണക്ഷൻ ഓർത്തിരിക്കുക. ഇനി ഇവിടെ എന്താ, ബ്രേവ് അല്ലേ. BRAVE. E നമുക്കറിയാം 5 ആണ്, V 22, then again A 1, R 18, B എത്രയാ 2 അല്ലേ. ഇതെല്ലാം കൂടി പ്ലസ് ചെയ്യാം. എന്താ 18 + 2 എത്ര വരും? 18 + 2 20 ആണ്. 20 + 1 21. 21 + 22 എത്ര വരും? 43. 43 + 5 48 അല്ലേ കൂടിയിരിക്കുന്നത്. അപ്പോൾ സം ഓഫ് എല്ലാം കൂടി പ്ലസ് ചെയ്യുക. സം ഓഫ് ദ പ്ലേസ് വാല്യൂ അല്ലേ. ഇനി ആ ഒരു കണക്ഷൻ നമുക്ക് സ്പിയറിലേക്ക് ഇട്ടുകൊണ്ടെന്ന് നോക്കാം. SPEAR. R എത്രയാണ്? R നമുക്കറിയാം 18 ആണ്, A നമുക്കറിയാം 1 ആണ്, ഈ ജോട്ടി ഈ 5 ആണ്, P എത്രയാണ് ഇപ്പോൾ പറഞ്ഞ്? O കഴിഞ്ഞാൽ P 16 അല്ലേ. S എത്രയാണ്? 19. ഓക്കെ അല്ലേ. ഇതെല്ലാം കൂടി പ്ലസ് ചെയ്യുക. 19 + 1 എത്ര വരും? 20 അല്ലേ. 16 + 5 എത്ര വരും? 16 + 5 21. 20 + 21 41. 41 + 18. 41 + 10 51. 51 + 8 59 അല്ലേ. അവിടെയും കൂടി ഇരിക്കണം 59. ഓക്കെ, നമുക്ക് എന്തിൻ്റെ കോഡാണ് വേണ്ടത്? വിക്ടർ. VICTOR അല്ലേ. R നമുക്കറിയാം 18 ആണ്, O എത്രയാണ്? 15. T എത്ര വരും? ഇജോട്ടി E 5, J 10, O 15, T 20 അല്ലേ. ഇനി C3 I 9, V 22 അല്ലേ. ഇനി ദേ ഇവിടെ നോക്കിയോ, 22 + 3 എത്ര വരും? 25 അല്ലേ. 25. 22 + 3 25. 25 + 20 45. 45 + 15 45 50 60 വരും. 60 + 10 70 78. 78 + 9 78 + 9 എത്ര വരും? 78 + 9 87 അല്ലേ. ഓപ്ഷൻ സി. അത് പ്ലസ് ചെയ്യാൻ നേരത്ത് 87. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലെറ്റർ ക്ലാസ്സസ് വിൽ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഗിവൻ സീരീസ്?
ഓക്കെ, ഇതുമായിട്ട് കണക്ട് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് എന്ത് വേണം? പൊസിഷണൽ വാല്യൂ വേണം. ആൽഫബറ്റിൻ്റെ പൊസിഷണൽ വാല്യൂ വേണം. അപ്പോൾ ഇവിടെ നോക്കിയോ, എക്സ് നമുക്കറിയാം 24. ഫസ്റ്റ് ലെറ്റർ എല്ലാത്തിൻ്റെ ഫസ്റ്റ് ലെറ്റർ XUOL അല്ലേ? L12, X24, U21. ഓക്കെ, അഗൈൻ ഇത് O15, L12 അല്ലേ? ഡിഫറൻസ് നോക്കി, ജസ്റ്റ് നമുക്ക് ഡിഫറൻസ് നോക്കാം. 24, 21 ഡിഫറൻസ് 3. ഇവിടെ ഡിഫറൻസ് എത്ര വരും? ഡിഫറൻസ് 3 അല്ലേ? അഗൈൻ ഈ ഡിഫറൻസ് നോക്കി, 21, 15 ഗ്യാപ്പ് എത്ര? 6 ആണ്. അപ്പോൾ 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. -3 എത്ര വരും? 18. 18 - 3, അപ്പോൾ 18th ലെറ്റർ R ആണ് അല്ലേ? അപ്പോൾ 6 ഉള്ള ഓപ്ഷൻ ആയിരിക്കും ആൻസർ ആയിട്ട് വരും. അപ്പോൾ ഒരു ഓപ്ഷൻ കട്ടായിപ്പോയി. SKQN. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നോക്കിയാൽ RK, RL ആണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ, ഓരോ ഓപ്ഷനേ ഉള്ളൂ. RK ആണ് 2 ഓപ്ഷൻ ചെക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ എന്തായിരുന്നു? എല്ലാത്തിലും -3. ദെൻ അഗെയിൻ E, സെക്കൻഡ് ലെറ്റർ E, ദെൻ അഗെയിൻ H, ദെൻ അഗെയിൻ N, ദെൻ അഗെയിൻ Q. ഈ ലെറ്റർ വേണം. N, Q17, N14, H8, 5. 5 + 3 8. ഇനി 14 + 3 17 ആണ്. അപ്പോൾ ഇവിടെ സ്പ്ലിറ്റ് ചെയ്യാം. 8 + 3 എത്ര വരും? 11th ടൈം വരും. അത് K ആണ്. അപ്പോൾ RK. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ അവിടെ RK Q ആണോ P ആണോ നോക്കി അതും കൂടി കൺക്ലൂഡ് ചെയ്യാൻ നോക്കുന്നത്. ഇപ്പം അടുത്ത പാറ്റേൺ എന്തായിരുന്നു? +3 ആയിരുന്നു. ദെൻ അഗെയിൻ തേർഡ് ലെറ്റർ G, ഇതിനകത്ത് M, അഗെയിൻ S, ദെൻ V22. S എത്രയാണ്? 19. M എത്ര വരും? 13. J എത്രയാണ്? 10. 10 + 3 13. 19 + 3 23. അപ്പോൾ 13 + 3 16. 16 + 3 ആണ് എത്ര? 90. അപ്പോൾ 16th ലെറ്റർ ഏത് വരും? P ആണ്. അപ്പോൾ അടുത്തത് +3 എന്നുള്ളൊരു കണക്ഷനാണ്. അതായത് P ഉള്ള ഓപ്ഷനാണ്. അപ്പോൾ ഓപ്ഷൻ RK PN ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി ചെക്ക് ചെയ്യാം. എക്സാമിനാണെങ്കിൽ ആ ഒരു ഓപ്ഷൻ മാർക്ക് ചെയ്യുക. ദെൻ അഗൈൻ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവുക. ഇനി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അഗൈൻ ലാസ്റ്റ് ലെറ്റർ T, Q, K, H അല്ലേ? 8, 11, 17, 20. 20 - 3, 11 - 3 8, 17 - 3 14th ടൈം, 14 - 3 ആണ് 11. അപ്പോൾ 14th ടൈം N വരും. RK PN. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പാറ്റേൺ എന്താണ്? +3 അല്ല -3 +3 +3 -3 -3 -3 +3 +3 -3. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തൊരു സിലോവിഷൻ ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദിസ് ക്വസ്റ്റ്യൻ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഗിവൺ followed by 2 conclusions numbered 1 and 2. Assuming the statements to be true, even if they seem to be variants with the commonly known facts, decide which of the conclusion logically follows from the statements. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, കൺക്ലൂഷൻ ഉണ്ട്. അപ്പോൾ ഏതൊക്കെ കൺക്ലൂഷൻ ഫോളോ ചെയ്യുന്നതായിരിക്കും ചോദ്യം. അപ്പോൾ സിലോവിഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഓക്കെ, 3 സ്റ്റേറ്റ്മെൻറ്റ് പറയാനുണ്ട്. ഓൾ നോട്ട്ബുക്സ് ആർ പിങ്ക്, ഓൾ പിങ്ക്സ് ആർ ഷർട്ട്സ്, സം ഷർട്ട്സ് ആർ ട്രൗസേഴ്സ്. എൻ്റെ കൺക്ലൂഷൻ വരുന്നത് ഇതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കറസ്പോണ്ടിങ് ഡയഗ്രാം വരക്കാം. എന്തെന്ന് നോക്കിയാൽ ഓൾ നോട്ട്ബുക്സ് ആർ പിങ്ക്സ്, എല്ലാ നോട്ട്ബുക്സും പിങ്ക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നോട്ട്ബുക്ക്, എല്ലാ നോട്ട്ബുക്കും എന്താണ്? നോട്ട്ബുക്കിന് ഒരു സർക്കിൾ വരച്ചു. ആ എല്ലാ നോട്ട്ബുക്കും പിങ്ക് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ നോട്ട്ബുക്കിനെ കവർ ചെയ്ത് ഔട്ട് സൈഡിൽ വേറെ സർക്കിൾ വരച്ചു. ഇതാണ് പിങ്ക്. എല്ലാ നോട്ട്ബുക്കും എന്തായി? പിങ്കായി. പിങ്ക് എന്നുള്ള സർക്കിളിലാണ് വന്നിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഓൾ പിങ്ക്സ് ആർ ഷർട്ട്സ്, എല്ലാ പിങ്കും ഷർട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ പിങ്കും ഷർട്ടാണ്. എല്ലാ പിങ്കും ഷർട്ടാണെന്ന കൂട്ടത്തിൽ ഏതൊരു കണക്ഷൻ കൂടി കിട്ടി? എല്ലാ നോട്ട്ബുക്കും എന്താണ്? പിങ്കാണ്. അപ്പോൾ എല്ലാ നോട്ട്ബുക്കും ഷർട്ടും ആണ്, എല്ലാ നോട്ട്ബുക്കും പിങ്കും ആണെന്നുള്ളൊരു കണക്ഷൻ കൂടി കിട്ടി അല്ലേ? ഇനി അടുത്ത നോക്കിയേ, സം ഷർട്ട്സ് ആർ ട്രൗസേഴ്സ്, കുറച്ച് ഷർട്ട്സ് ട്രൗസേഴ്സ് ആണ്. അപ്പോൾ ഷർട്ട്സിൻ്റെ കുറച്ച് പോർഷൻ ട്രൗസേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷർട്ടിൻ്റെ പോർഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിങ്കും ട്രൗസറും നോട്ട്ബുക്കും ട്രൗസറും തമ്മിൽ കണക്ഷൻ നമുക്ക് അറിയില്ല, വ്യക്തമല്ല. ഇനി അടുത്തത് ഓൾ ട്രൗസേഴ്സ് ആർ നോട്ട്ബുക്സ്, എല്ലാ ട്രൗസറും, പക്ഷേ ട്രൗസറും നോട്ട്ബുക്കുമായിട്ടുള്ള കണക്ഷൻ ഇതിൽ വ്യക്തമല്ല. കുറച്ച് ഷർട്ട്സ് ആണ് ട്രൗസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഇനി അടുത്തത് സം ട്രൗസേഴ്സ് ആർ പിങ്ക്, കുറച്ച് ട്രൗസർ പിങ്ക്, പക്ഷേ ട്രൗസറും പിങ്കുമായിട്ടും നോട്ട്ബുക്കുമായിട്ടും കണക്ഷൻ ഇല്ല. അപ്പോൾ ഇവിടെ എന്താണ്? ഒരു കൺക്ലൂഷനും ഫോളോ ചെയ്യുന്നില്ല. ഓപ്ഷൻ സി ആണ്. നെയ്തർ കൺക്ലൂഷൻ 1 nor 2 ഫോളോസ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, A#B, അടുത്തൊരു ബ്ലഡ് റിലേഷൻ A#B ആണെങ്കിൽ എന്താ? A is the brother of B. അതേപോലെ കുറച്ച് സിമ്പിൾ ഉണ്ട്, പേഴ്സൻറ്റേജ് ഉണ്ട്, ആൻഡ് ഉണ്ട്, അറ്റ് ദ റേറ്റ് ഒക്കെ ഉണ്ട് അല്ലേ? നമുക്ക് നോക്കാം. അപ്പോൾ അത് ഈ ഒരു റിലേഷനാണ്. ഈ ഒരു റിലേഷൻ അതിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, ആ റിലേഷൻ വെച്ച് ഇതിൻ്റെ റിലേഷൻ എന്ന് പറയാം. എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹൗ ഈസ് A റിലേറ്റഡ് ടു G അല്ലേ?
മദേഴ്സ് ഫാദർ, ബ്രദർ, ഫാദർ, മദർ അല്ലേ? ഓക്കെ അല്ലേ? ശരി, ഇവിടെ നോക്കിയോ. ഫസ്റ്റ് ഈ ഒരു സിമ്പിൾ വെച്ചാൽ കണക്ട് ചെയ്തിരിക്കണം. ആ ഒരു സിമ്പിൾ ആണെങ്കിൽ എ ഇതാണ് എന്ത്? എ ഈസ് ദ സൺ ഓഫ് ബി. അതേപോലെ എം ജിയും ആയി. എം ജി ഇവിടെ എന്താ കണക്ഷൻ? എം ഈസ് ദ സൺ ഓഫ് ജി. എം ഈസ് ദ സൺ ഓഫ് ജിയുടെ സണ്ണാണ് എം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ജി ആണെങ്കിൽ ജിയുടെ സണ്ണ് എം. സൺ ആയതുകൊണ്ട് പ്ലസ്, സൺ ആയതുകൊണ്ട് പ്ലസ്, മെയിൽസ് പ്ലസ് ഫീമെയിൽസ് മൈനസും ആയിരിക്കും. അപ്പോൾ ജിയുടെ സണ്ണ് എം, അല്ലെങ്കിൽ ആ ജിയുടെ എം ജി ആണെങ്കിൽ എം ഈസ് ദ സൺ ഓഫ് എ. ബി ആണെങ്കിൽ എ ഈസ് ദ സൺ ഓഫ്, അതേപോലെ എം ഈസ് ദ സൺ ഓഫ് ജി. ഇനി ജസ്റ്റ് ജിയും കെയും തമ്മിൽ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കണം? അറ്റ് ദ റേറ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? ജി കെ. ജി ഈസ് ദ ഡോട്ടർ ഓഫ് കെ. ജി ഈസ് ദ ഡോട്ടർ ഓഫ് കെ. കെയുടെ ഡോട്ടറാണ് ജി എന്ന് പറയുന്നത്. അപ്പോൾ ഡോട്ടർ ആയതുകൊണ്ട് മൈനസ് കെയുടെ ഡോട്ടർ അല്ലേ? ദെൻ അഗെയിൻ ഇനി കെയും ബിയും തമ്മിൽ കണക്ട് ചെയ്തിരിക്കണം ഈ ഒരു സിമ്പിളാണ്. കെ സെയിം സിമ്പിൾ തന്നെയാണ്, കെ ബി. അപ്പം കെ ഈസ് ദ ഡോട്ടർ ഓഫ് ബി. കെ ഈസ് ദ ഡോട്ടർ ഓഫ് ബി എന്നാണ് പറഞ്ഞിരിക്കണം. അപ്പം കെ എന്ന് പറഞ്ഞാൽ ബിയുടെ ഡോട്ടറാണ്. അപ്പോൾ ഇത് ബി ആണെങ്കിൽ ഡോട്ടർ, കെ ഈസ് ദ ഡോട്ടർ ഓഫ് ബിയുടെ ഡോട്ടർ കെ, കെയുടെ ഡോട്ടർ ജി, ജിയുടെ സണ്ണ് എം. ഇത്ര ഓക്കെ അല്ലേ? ശരി, ഇനി നെക്സ്റ്റ് അഗെയിൻ ബിയും എയും തമ്മിൽ പേഴ്സൻറ്റേജ് ആണ്. എയും ബിയും ആയിരുന്നെങ്കിൽ എ ഈസ് ദ വൈഫ് ഓഫ് ബി എന്ന് പറഞ്ഞു. ഇനി ബിയും എയും ആണ് ഇവിടെ വന്നിരിക്കുന്നത്. എയുടെ സ്ഥാനത്ത് ബി വരും. ബി ഈസ് ദ വൈഫ് ഓഫ് എ. ബി ഈസ് ദ വൈഫ് ഓഫ് എ. എയുടെ വൈഫാണ് ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ എ കൊടുത്ത്. വൈഫായ ബ്രദർ സിസ്റ്റർ വൈഫായ ഹസ്ബൻഡ് വൈഫ് ആയതുകൊണ്ട് ഡബിൾ ലൈൻ കൊടുത്ത്. അതാണ് ബി ഈസ് ദ വൈഫ് ഓഫ് എ. അപ്പോൾ വൈഫ് ആയതുകൊണ്ട് മൈനസ് ഇത് പ്ലസ്. ഓക്കെ, ഈ ഡബിൾ ലൈൻ എന്താണ്? എ ബി മാരീഡ് എന്ന് കാണിക്കാനുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ലാസ്റ്റ് കണക്ഷൻ എ ഡബ്ല്യു. എ ഡബ്ല്യു, എ ഈസ് ദ സൺ ഓഫ് ഡബ്ല്യു. എ ഈസ് ദ സൺ ഓഫ് ഡബ്ല്യു. ഡബ്ല്യുവിൻ്റെ സണ്ണാണ് എ എന്ന് പറയുന്നത്. സൺ ഓഫ് ഡബ്ല്യു. ഓക്കെ അല്ലേ? ഇനി ഇനി എന്താ കഥ? ഇപ്പോൾ റിലേഷൻ എല്ലാം കംപ്ലീറ്റ് ആയി. ഇവിടുന്ന് ഇവിടെ വരെ റിലേഷൻ കംപ്ലീറ്റ്. ദെൻ ഹൗ ഈസ് എ റിലേറ്റഡ് ടു ജി അല്ലേ? അപ്പോൾ എയും ജിയും തമ്മിലുള്ള കണക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. ജിയും എയും തമ്മിലുള്ള കണക്ഷൻ അല്ലേ? അപ്പോൾ എന്തായിരിക്കും? ഫസ്റ്റ് ഓപ്ഷൻ മദേഴ്സ് ഫാദർ, ജിൻ്റെ മദറിൻ്റെ ഫാദർ അല്ലേ? ജിൻ്റെ മദറിൻ്റെ മദർ ബിയും ജിൻ്റെ മദറിൻ്റെ ഫാദർ ആരാണ്? എയും ആണ് അല്ലേ? അപ്പോൾ ജിൻ്റെ എന്താണ് ആൻസർ ആയിട്ട് എന്താ വരുന്നത്? മദേഴ്സ് ഫാദർ, ഓപ്ഷൻ എ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു റിലേഷൻ നോട്ട് ചെയ്ത് വെക്കുക. ശരി, അടുത്ത ചോദ്യം. In a certain code language, travel is written as 156, person is written as 174. How will almond be written in that language? ശരി, ഇവിടെ നോക്കിയോ. ട്രാവൽ അല്ലേ? സെയിം കണക്ഷൻ ചെയ്ത് നോക്കാം. ടി ആർ എ. നമുക്കറിയാം ടി എത്രയാ? 20 അല്ലേ? ട്രാവൽ എൽ 12 അല്ലേ? എൽ 12 നമുക്കറിയാം. ജെ അറിയാം, ജെ 10 ആണ്. കെ എൽ 12. ഇനി ഇ ആണെങ്കിൽ 5. ദെൻ അഗെയിൻ വി ആണ് 22. എ നമുക്കറിയാം ഫസ്റ്റ് ലെറ്റർ. ആർ എത്ര വരും? 18. ടി എത്ര വരും? 20 അല്ലേ? ഇതെല്ലാം കൂടി ഒന്ന് പ്ലസ് ചെയ്ത് നോക്കാം നമുക്ക്. ജസ്റ്റ് ഇതേ 20 പ്ലസ് 18 30, 38, 39. 39 പ്ലസ് 20 49, 59 പ്ലസ് 2 61, 61 പ്ലസ് 5 66, 66 68 78 അല്ലേ? എത്ര കിട്ടി? 78 കിട്ടി. ഓക്കെ അല്ലേ? പ്ലസ് ചെയ്യാൻ നേരത്ത് 78 കിട്ടി. പക്ഷേ ഇവിടെ എത്ര കോഡ് ചെയ്തിരിക്കുന്നത്? 156 ആണ്. നമുക്കറിയാം 78ൻ്റെ ഡബിൾ അല്ലേ 156. 78 പ്ലസ് 78. അപ്പോൾ 78 ഇൻറ്റു 2 ചെയ്യാൻ നേരത്ത് 8 ഇൻറ്റു 2 16, അല്ലെങ്കിൽ 70 പ്ലസ് 70 140, 8 ഇൻറ്റു 2 16, 140 പ്ലസ് 16 156. ഓക്കെ, ആ ഒരു കണക്ഷൻ ഉണ്ട്, ഡബിൾ ഉണ്ട്. ഇനി അടുത്തത് നെക്സ്റ്റ് അഗെയിൻ എന്താ? പേഴ്സൺ എങ്ങനെ കണക്റ്റിരിക്കണം? PERSON അല്ലേ? നമുക്കറിയാം എൻ എത്രയാണ്? നമുക്കറിയാം ഒയ്ക്ക് തൊട്ട് മുമ്പ് എൻ. ഒ നമുക്കറിയാം 15 ആണ്, എൻ 14 അല്ലേ? O 15, then again S 19 അല്ലേ? ടിക്ക് തൊട്ട് മുമ്പ്. ആർ എന്ന് പറയുമ്പോൾ ആ എസിനും തൊട്ട് മുമ്പ് 18. ഈ എത്ര വരും? 5. then again പി എന്ന് പറയാം O കഴിഞ്ഞാൽ പി ആണ് 16. O എത്രയാ? 15. then പി എത്ര വരും? 16 അല്ലേ? ഇത് പ്ലസ് ചെയ്യാൻ നേരത്തെ എത്ര വരും? 16 പ്ലസ് 24 എത്ര വരും? 30. 30 ആണല്ലേ? 30. അതോടെ നിന്നോട്ടെ. 15 പ്ലസ് 5 എത്ര വരും? 20. 30 പ്ലസ് 20 50. 50 ആയി. 50 അഗെയിൻ 50 പ്ലസ് 10 60. 60 പ്ലസ് 10
70, 79, 79 8 എത്ര വരും? 79 8 നമുക്കറിയാം 87 അല്ലേ, 87. പക്ഷെ ഇവിടെ എത്ര കണത്തിരിക്കണം? 174. അപ്പോൾ ഇൻറ്റു ഡബിൾ ചെയ്യാം. 80 + 8 160, 7 × 2 14, 160 + 14 174 അല്ലേ? ഓക്കെ, 174 ആ ഒരു കണക്ഷൻ. അപ്പോൾ സമ്മ ആൽഫബറ്റ് പ്ലസ് ചെയ്യുക, പ്ലേസ് വാല്യൂ പ്ലസ് ചെയ്യുക, പിന്നെ എന്ത് ചെയ്യുക? ഡബിൾ എടുക്കുക. ഇനി നമുക്ക് എന്താ വേണ്ടത്? ആൽമണ്ട്. ALMOND അല്ലേ? അല്ലേ, ഡി എത്രയാ? 4. ഇനി എൻ എത്ര വരും? നമുക്കറിയാം 14 ആണ്. O എത്രയാ? 15. അഗൈൻ എം എത്ര വരും? 13th ടേം അല്ലെങ്കിൽ മിഡിൽ ടേം എന്നൊക്കെ ഓർത്തിരിക്കുക. L 12, NA 1 അല്ലേ? ജസ്റ്റ് ഇവിടെ നോക്കിയോ, ഇത് പ്ലസ് ചെയ്യാൻ നേരത്ത് എത്ര വരും? 2 + 3 5 അല്ലേ? അപ്പോൾ എത്ര വരും? അല്ലെങ്കിൽ 12 13, 13 + 3 13 + 10 23 26 26 36 36 + 5 41 41 + 4 45 55 50 59 അല്ലേ? 55 + 4 59. 59ൻ്റെ ഡബിൾ എത്ര വരും? 118 അല്ലേ? 100 118. ഓപ്ഷൻ ബി ആണ്. 59 × 2 118. ഓക്കെ അല്ലേ? അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. 6 candidates Anand, Balu, Charan, Dinesh, Imran and Farhad were seated on circle table for group discussion at equal distance. ഓക്കെ, അടുത്തൊരു സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ എത്ര പേരുണ്ട് നമുക്ക് വായിച്ച് ചെയ്യാം. 6 candidates, അപ്പോൾ 6 പേര് അവരാണ്. ഗ്രൂപ്പ് ഡിസ്കഷൻ അറ്റ് ഈക്വൽ ഡിസ്റ്റൻസ് ഫേസിങ് ദി സെൻറ്റർ, സെൻറ്ററിലേക്ക് ഫേസ് ചെയ്തിരിക്കണം അല്ലേ? അപ്പോൾ 6 പേരുടെ ഒരു കൺസെപ്റ്റ് വരക്കാം. സെൻറ്ററിലേക്ക് ഫേസ് ചെയ്യുന്നത്. ഓക്കെ, ഈക്വൽ ഡിസ്റ്റൻസ്. ഇവരാണ് 6 പേര് അല്ലേ? ശരി, അതാരൊക്കെ? ഇനി അടുത്ത സെൻറ്റൻസ് വായിക്കാം. ദിനേശ് ഈസ് ദ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് ഇമ്രാൻ ആൻഡ് ബാലു. അതായത് ദിനേശ് എന്ന് പറയും ഇമ്രാൻ്റെ ബാലുവിൻ്റെ ഇടക്കാണ്. അപ്പോൾ ദിനേശിനെ ജസ്റ്റ് ദിനേശ് ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തു എന്നാണെങ്കിൽ ഇവിടെ ഇമ്രാൻ, ഇവിടെ ബാലു അല്ല. ഇനി വേറൊരു പോസിബിലിറ്റിയും കൂടി ഇല്ലേ? ഇവിടെ ഇമ്രാൻ, ഇവിടെ ബാലു വന്നോളൂ. അപ്പോൾ ജസ്റ്റ് വേറൊരു സർക്കിളും കൂടി വരക്കാം. ജസ്റ്റ് ദിനേശ് ഇവിടെ ആണെങ്കിൽ ഇവിടെ ബാലു, ഇവിടെ ഇമ്രാൻ. ഓക്കെ അല്ലേ? 2 പോസിബിലിറ്റി ഉണ്ട് ഇപ്പോൾ. ഇനി നെക്സ്റ്റ്, ചരൺ ഈസ് ദ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് ആനന്ദ് ആൻഡ് ഫർഹീദ്. ചരൺ ഈസ് ദ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ്, ഇതേപോലെ ദിനേശ് പോലെ ചരൺ എങ്ങനെയാണ്? ആനന്ദിനും ഫർഹീദിനും ഇടക്കാണ്. അപ്പോൾ ജസ്റ്റ് ഇവിടെ വരക്കാം. ചരൺ ആണെങ്കിൽ ആനന്ദ് ഫർഹീദ്, അല്ലെങ്കിൽ ചരൺ ഇവിടെ വരുമ്പോൾ ഫർഹീദ് വരും, then again ആനന്ദ് വരും. അപ്പോൾ അവിടെ 2 പോസിബിലിറ്റി. ജസ്റ്റ് അവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത സെൻറ്റൻസ് വായിക്കുക. ഇഫ് ഫർഹീദ് ഈസ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ബാലു. ഫർഹീദ് എന്ന് പറയുമ്പോൾ ബാലുവിൻ്റെ ഇമ്മീഡിയറ്റ് റൈറ്റ് ആണ്. ഓക്കെ, നമുക്കറിയാം ദേ നമുക്കറിയാം ബീനെ വെച്ച് റെപ്രസെൻറ്റ് സെൻറ്ററിലേക്ക് ഫേസ് ചെയ്യുന്ന നേരത്ത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് റൈറ്റ് സൈഡ് എന്ന് പറയുന്ന നേരത്ത്. ആൻറ്റി ക്ലോക്ക് വൈസ് ബീൻ്റെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ഡയറക്ഷൻ അല്ല. അപ്പോൾ ഡി എന്ന് പറയുമ്പോൾ ബീൻ്റെ റൈറ്റ് സൈഡാണ്. ഇനി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ വന്ന ഒരാളാണെങ്കിൽ ബീൻ്റെ എന്താണ്? ഇത് ലെഫ്റ്റ് സൈഡും ഇത് റൈറ്റ് സൈഡുമാണ്. ഓക്കെ അല്ലേ? ഇനി ഇവിടെ എന്താ പറഞ്ഞിരിക്കണേ? ഈ സെൻറ്റൻസ് ഒന്ന് നോക്കാം. ഈ ഫർഹീദ് ഈസ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ബാലു. ബാലുവിൻ്റെ ഇമ്മീഡിയറ്റ് റൈറ്റ് ഫർഹീദ. ജസ്റ്റ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഇവിടെ ആരായിപ്പോയി? ജസ്റ്റ് ദിനേശ് ആയിപ്പോയി. അപ്പോൾ ഈ ഒരു ഫിഗർ കംപ്ലീറ്റ്ലി റോങ് ആണ്, അവോയ്ഡ് ചെയ്യുക. ഇനി ഇവിടെ ആണെങ്കിൽ ബാലു ആണെങ്കിൽ ജസ്റ്റ് ഇവിടെ ഇമ്രാൻ. അപ്പോൾ ഇവിടെ ഇമ്രാൻ കൺഫേം ആണ്, ഇവിടെ ബാലുവിൻ്റെ ഇമ്മീഡിയറ്റ് റൈറ്റ് എന്ന് പറയുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അവിടെ ആരാണ്? ഫർഹീദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫർഹീദ്. ഓക്കെ അല്ലേ? ഇത് ഇനി ഫർഹീദ് അവിടെ വന്ന് എന്താ? തൊട്ടടുത്ത് ചരൺ ഉണ്ട്, അത് കഴിഞ്ഞാൽ ആരുണ്ട്? ആനന്ദ് ഉണ്ടാവും. ആനന്ദിൻ്റെ ഫർഹീദിനെ അടക്കുക. അതാണ് ഈ ഒരു സെൻറ്റൻസ്. ചരൺ ഈസ് ദ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് ആനന്ദ് ആൻഡ് ഫർഹീദ് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കി. അപ്പോൾ ഇതാണ് ഈ 6 പേരുടെ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. റൈറ്റ് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ് അത് റോങ് ആയിപ്പോയി. ബാലൻ്റെ റൈറ്റ് സൈഡിൽ ആര് വന്നു? ഓൾറെഡി ദിനേശ് ഉണ്ട്. ഇനി ദെൻ ഹൂ ഈസ് ഓൺ ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ദിനേശ്. ദിനേശിൻ്റെ റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതാരാണ്? ബാലു ആണ്. ബാലു. ഓപ്ഷൻ ഡി. ഓക്കെ അല്ലേ? ശരി. ഓക്കെ, അടുത്തൊരു സിറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. നോക്കാം എങ്ങനെയാണ്. 6 ഫ്രണ്ട്സ്, അവിടെ 6 പേരാണ് സിറ്റിംഗ് അറൗണ്ട്. PQRSTU ആണ്. സർക്കിൾ ടേബിൾ ഫേസിങ് ദി സെൻറ്റർ, സെൻറ്ററിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്നത്. സെൻറ്ററിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്നു. ഇവരാണ് 6 പേര് അല്ലേ? ഓക്കെ അല്ലേ? ശരി, അവിടെ നിൽക്കട്ടെ. ഇനി പി സീറ്റ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് യു. അപ്പോൾ യു ഇവിടെ ആണെങ്കിൽ സെക്കൻഡ് റൈറ്റ് സൈഡ് നമുക്കറിയാം ഏത് ഡയറക്ഷനാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സെക്കൻഡ് റൈറ്റ് ഓഫ് പി സീറ്റ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് യു. യുവിന് സെക്കൻഡ്, ഫസ്റ്റ് റൈറ്റ്, സെക്കൻഡ് റൈറ്റ്.
ഫസ്റ്റ് റൈറ്റ് സെക്കൻഡ് റൈറ്റ്. അപ്പോൾ പി യുവും കൺഫേം ആയി അല്ലേ? ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് സെൻറ്റൻസ് ആർ സിറ്റ് തേർഡ് ടു റൈറ്റ് ഓഫ് ക്യൂ. അപ്പോൾ ക്യൂവിൻ്റെ തേർഡ് റൈറ്റ് ആരുണ്ട്? ആറുണ്ട്. ഓക്കെ, ആറിനെ ക്യൂവിനെ നോക്കി ഇപ്പോൾ തൽക്കാലം പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി എസ് ആൻഡ് ആർ ബോത്ത് ആർ ഇൻ ദ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് പി. പിൻ്റെ ഇമ്മീഡിയറ്റ് നെയ്ബറാണ് എസ്സും ഉണ്ട് ആറും ഉണ്ട്. അപ്പോൾ ഇവിടെ എസ് വരാം, ഇവിടെ ആറ് വരാം. ദെൻ അഗൈൻ ഇവിടെ എസ് വരാം, ആറ് വരാം. അപ്പോൾ രണ്ട് പോസിബിലിറ്റി ആയ രണ്ട് പോസിബിലിറ്റി വരക്കാം. ദെൻ യു കൺഫേം ആണ്, പി കൺഫേം ആണ്. ഫസ്റ്റ് റൈറ്റ് സെക്കൻഡ് റൈറ്റ് പി ഉണ്ട്. ഇനി ഇവിടെ എസ് വരാം, അവിടെ ആറ് വരാം. അതെന്താണ്? ഈ ഒരു എസ് ആൻഡ് ആറ് ബോത്ത് ആർ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് പിൻ്റെ ഇമ്മീഡിയറ്റ് നെയ്ബർ. അത് രണ്ട് കണ്ടീഷനാണ്. ഇവിടെ എസ്, ഇവിടെ ആറ്. ദെൻ ഇവിടെ ആറ്, ഇവിടെ എസ്. അപ്പോൾ രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഇനി നെക്സ്റ്റ് ഹൂ സിറ്റ് ബിറ്റ്വീൻ ക്യൂ ആൻഡ് പി എന്നാണ് ചോദിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇനി ക്യൂവിനെ പ്ലേസ് ചെയ്യണം. അപ്പോൾ ഇനി നമ്മൾ വിട്ടുകളഞ്ഞ സെൻറ്റൻസ് ആർ സിറ്റ്. ഇത് ഈ ഒരു സെൻറ്റൻസ് നോക്കാം. ആർ സിറ്റ് തേർഡ് ടു റൈറ്റ് ഓഫ് ക്യൂ. ക്യൂവിൻ്റെ തേർഡ് റൈറ്റ് ആരാണ്? ആറാണ്. ക്യൂവിൻ്റെ തേർഡ് റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇവിടെ ക്യൂ ആണെങ്കിൽ എന്താ? തേർഡ് റൈറ്റ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പി ആയി. ഇവിടെ ആണെങ്കിൽ ഇവിടെ ക്യൂവിനെ പ്ലേസ് ചെയ്താൽ എന്താ പ്രശ്നം? ഫസ്റ്റ് റൈറ്റ് സെക്കൻഡ് റൈറ്റ് ആർ സിറ്റ് തേർഡ് ടു റൈറ്റ് ഓഫ് ക്യൂ. ക്യൂവിൻ്റെ തേർഡ് റൈറ്റ് ഫസ്റ്റ് സെക്കൻഡ് അല്ല, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് റൈറ്റ് വരത്തില്ല. ഇനിയിപ്പോൾ ക്യൂവിനെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം ഏതാ ഇനിയിപ്പോൾ ഉള്ളത്? ഇവിടെ ക്യൂവിനെ പ്ലേസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫിഗർ കംപ്ലീറ്റ്ലി റോങ് ആയി. ഇവിടെ ക്യൂവിനെ പ്ലേസ് ചെയ്താൽ ഫസ്റ്റ് റൈറ്റ് സെക്കൻഡ് റൈറ്റ് തേർഡ് റൈറ്റ് ആരായി? ആറായി. ഓക്കെ അല്ലേ? ഇനിയിപ്പോൾ ആരായിരിക്കും? ഇപ്പോൾ കണ്ടീഷൻ ഇതുവരെ സാറ്റിസ്ഫൈഡ് ആയി. ക്യൂവിൻ്റെ തേർഡ് റൈറ്റ് ആണ്. ഇനിയിപ്പോൾ റിമൈനിങ് ആയിട്ടുള്ള ആളായിരിക്കും ഇവിടെ ഇരിക്കണം. അതാരായിരിക്കും? പി ക്യൂ ആർ എസ് ടി ആയിരിക്കും അല്ലേ? ടി അല്ലേ ഇനി റിമൈനിങ്. അപ്പോൾ ടി അവിടെ വന്നു, പിന്നെ അവിടെ പി ഉണ്ട്. ഓക്കെ അല്ലേ? ഹൂ സിറ്റ്സ് ബിറ്റ്വീൻ ക്യൂ ആൻഡ് പി. ക്യൂവിനും പിന്നും ഇടയ്ക്ക് ഇരിക്കുന്ന ആരായിരിക്കും? അപ്പോൾ ഇനി അത് എസ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഈ ഒരു ഫിഗർ കംപ്ലീറ്റ്ലി റോങ് ആണ്. ഇതാണ് റൈറ്റ് ആയിട്ടുള്ള ഫിഗർ. ഓക്കെ അല്ലേ? ശരി. വിച്ച് ലെറ്റർ ക്ലസ്റ്റർ വിൽ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ടു കംപ്ലീറ്റ് ദ ഗിവൺ സീരീസ്? ഓക്കെ, നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത്. അപ്പോൾ ഇവിടുത്തെ കണക്ഷൻ എങ്ങനെയാണ് നോക്കാം. അതായത് നോക്കിയോ, ഫസ്റ്റ് ലെറ്റർ നോക്കാം. എ ഇ. ഇനി അത് വവൽസ് അല്ല, ഇവിടെ എം ആണ് ക്യൂ ആണ് അല്ലേ? നമുക്കറിയാം എ ഫസ്റ്റ് ലെറ്റർ, ഇ 5, എം 13, ക്യൂ 17 അല്ലേ? ജസ്റ്റ് ഡിഫറൻസ് നോക്കിയോ. +4 അല്ലേ? അപ്പോൾ ഇവിടെ എന്താ ഡിഫറൻസ്? +4 5 + 4 9. 9th ടൈം ഐ അല്ലേ? 9 + 4 13 അല്ലേ? അപ്പോൾ ഐ ഉള്ള ഓപ്ഷൻ എല്ലാത്തിലും ഐ ഉണ്ട്. ആറാണെങ്കിൽ നമുക്ക് ബാക്കി 3 ഓപ്ഷനിലും ക്യൂ ഉണ്ട്. ആറാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ മാർക്ക് ചെയ്യുക. പക്ഷെ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഇവിടെ നോക്കിയോ, ഇത് സെക്കൻഡ്. അപ്പോൾ ഐ കൺഫേം ആയി. ദെൻ സെക്കൻഡ് ലെറ്റർ കെ ആണ്. കെ 11 ആണ്, എൻ 14 ആണ്, ടി 20, ഡബ്ല്യു 23. ഇവിടെ എന്ത് വരും? +3 14 + 3 17th ടൈം 17ാമത്തെ ക്യൂ ആണ്. അപ്പോൾ ഐ ക്യൂ. അപ്പോൾ ഈ ഒരു ഓപ്ഷന് പോവാം അല്ലേ? ഇനി ഐ ക്യൂ ആണ്. ഐ ക്യൂ വരെ കിട്ടി. നെക്സ്റ്റ് അഗൈൻ തേർഡ് ലെറ്റേഴ്സ്. ഇ 5, ഇതിനകത്ത് G7, കെ 11, എം എത്രയാ? മിഡിൽ ടൈം എന്ന് പറഞ്ഞാൽ അത് 13 അല്ലേ? ഇവിടെ നോക്കിയേ +2 അവിടെയാണ് +2 അല്ലേ? then 3 +2. അപ്പോൾ 7 + 2 9th ടൈമാണ്. 9th ടൈം വീണ്ടും ഐ അല്ലേ? 9 + 2 11. അപ്പോൾ ഐ ക്യൂ ഐ ഉള്ള ഓപ്ഷൻ IQI F ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. ബാക്കി 3 അവോയ്ഡ് ചെയ്യുക അല്ലേ? ജസ്റ്റ് ഒന്നുകൂടി ചെക്ക്. അപ്പോൾ ഇവിടുത്തെ പാറ്റേൺ എന്തായിരുന്നു? ആദ്യം +4 ആയിരുന്നു ഫസ്റ്റ് ടൈം എല്ലാത്തിൻ്റെയും കാണാതെ, പിന്നെ +3, then +2. അടുത്ത നോക്കിയാൽ ജസ്റ്റ് DE, അടുത്ത F ആയിരിക്കും. DEFGH +1 ആയിരിക്കും അടുത്ത കണക്ഷൻ അല്ലേ? അപ്പോൾ എന്താണ്? IQIF. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ശരി. വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് വിൽ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഗിവൺ സീരീസ്? 50, 60, 51, 62, 54, 66, 59, 72. ഓക്കെ, ഇവിടുത്തെ നമ്പേഴ്സ് ശ്രദ്ധിച്ചാൽ കൂടിയും കുറഞ്ഞത് 60, പിന്നെ 51, 62. അപ്പോൾ ഇങ്ങനെയുള്ള സീരീസ് ജസ്റ്റ് ഒരു ഓൾട്ടർനേറ്റിംഗ് ആയിട്ടുള്ള കണക്ഷൻ എടുത്ത് നോക്കാം. എന്താ? ഫസ്റ്റ് 50, 51, 54, 59. ദെൻ അഗെയിൻ ഈ നമ്പറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇത് നോക്കിയാൽ ഫസ്റ്റ് 50, ദെൻ അഗെയിൻ 51, ദെൻ അഗെയിൻ 54, ദെൻ 59, ദെൻ ഓക്കെ അല്ലേ? ഇതേ അടുത്ത ഇനി റിമൈനിങ് ആയിട്ട് നമ്മൾ 60, അടുത്ത 62, 66, അടുത്ത 72 അല്ലേ? അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് ആയിട്ടുള്ള നമ്പർ ഞാൻ എടുത്തു. ഓൾട്ടർനേറ്റിംഗ് നമ്പർ ഇവിടെ നോക്കിയ ഡിഫറൻസ് 50, 51 +1,
ഇവിടെ എത്ര വരും +3 51 + 3 50 ഇനി ഇവിടെ +5 54 + 5 ആണ് 59 അല്ലേ. ഇനി ഇവിടെ നോക്കിയാൽ ജസ്റ്റ് ഡിഫറൻസ് +2 62 + 4 66 + 6 അപ്പോൾ 2 4 6 ഇതെന്താണ് ഈവൻ നമ്പേഴ്സ് ആണ്. ഈവൻ നമ്പേഴ്സ് എന്താണ് ഓഡ് നമ്പേഴ്സ്. അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് ആയിട്ട് ഓഡ് നമ്പേഴ്സ് ഈവൻ നമ്പേഴ്സ്. ഇനി നെക്സ്റ്റ് ഓഡ് നമ്പർ ഇപ്പോൾ 50 50 51 54 59 അതുമായിട്ടാണ് ഈ ഒരു ടൈം കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്ത് വരും 5 കഴിഞ്ഞാൽ നെക്സ്റ്റ് ഓഡ് നമ്പർ +7 59 + 7 എത്ര വരും 66 അല്ലേ. ഓപ്ഷൻ ബി 66 ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ select the option that is related to the fifth letter cluster in the same way as the second letter cluster is related to the first letter cluster and the fourth letter cluster is related to the third letter cluster. ഓക്കെ സിമ്പിളാണ്. ജസ്റ്റ് നോക്കാം. ജസ്റ്റ് ഈ ഒരു കണക്ഷൻ എക്സ്പ്ലെയിൻ എന്നുള്ള ഈ ഒരു ടൈമിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, മെഡിക്കൽ എന്നുള്ള ഈ ഒരു ടൈമിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ വരുന്നത് അല്ലേ. ഇപ്പോൾ ഇവിടെ നോക്കിയോ ജസ്റ്റ് എക്സ്പ്ലെയിൻ അല്ലേ. എന്താണ് എക്സ്പ്ലെയിൻ EXP LAIN അതെങ്ങനെ കോഡ് ചെയ്തിരിക്കണം എന്ന് ശ്രദ്ധിച്ച ജസ്റ്റ് AEI LNPX അല്ലേ. ജസ്റ്റ് AEI ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം ഓവലാണ്. ഇനി LNPX കൺസണൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ E ഉണ്ട്, ഇതിനകത്ത് E ഉണ്ട്, X ഉണ്ട്, P ഉണ്ട്, L ഉണ്ട്. അപ്പോൾ ഈ എക്സ്പ്ലെയിനുള്ള ലെറ്റേഴ്സ് തന്നെയാണ് കോഡിങ്ങിലുള്ള അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയോ അപ്പോൾ AEI ഇത് വവൽസ് ആണ്, ഇതെന്താണ് റിമൈനിങ് ലെറ്റർ, ഇതെന്താണ് കൺസണൻസ് ആണ് അല്ലേ. അതെങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കണം നോക്കാം. എന്തേ ഫസ്റ്റ് അഞ്ചാമത്തെ ലെറ്റർ 9 ഇവിടുത്തെ ലെറ്റർ. അപ്പോൾ വവൽസ് അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കണം. ദെൻ അഗെയിൻ കൺസണൻറ്റ് L 12 ആണ്, N 14, P 16, 24 കണ്ട. ഇതും അസെൻഡിങ് ഓർഡറാണ് അല്ലെങ്കിൽ ആൽഫബറ്റ് ഓർഡറിൽ അറേഞ്ച്. ഫസ്റ്റ് വവൽസ് ദെൻ കൺസണൻസ്. ദെൻ ഇവിടെ നോക്കി ഇനി അടുത്ത മെഡിക്കൽ നോക്കാം. ആ ഒരു കണക്ഷൻ കിട്ടുകൊണ്ടാന്ന് നോക്കാം. MEDICAL ഇതേ മെഡിക്കൽ. ജസ്റ്റ് മെഡിക്കലിനകത്ത് വവൽ ഏതാ E ഉണ്ട്, I ഉണ്ട്, A ഉണ്ട്. എന്തായാലും A വരും ഫസ്റ്റ്, ദെൻ E വരും AEI ഓക്കെ അല്ലേ. AEI ഉണ്ട്. ഇനി വവൽസ് കഴിഞ്ഞ് ഇനി കൺസണൻസ് നമുക്കറിയാം M 13, D 4 ആണ്, C 3, L 12. അപ്പോൾ C കഴിഞ്ഞിട്ട് ഏത് വരും 4, D വരും അല്ലെ. D ഉണ്ട്, L കഴിഞ്ഞിട്ട് M വരും അല്ലേ. ജസ്റ്റ് വവൽസ് ആൽഫബറ്റ് ഓർഡർ, ദെൻ അഗെയിൻ കൺസണൻസ് ആൽഫബറ്റ് ഓർഡർ. നമുക്ക് എന്താ വേണ്ടത് പ്രൈവസി PRIVACY പ്രൈവസി അല്ലേ. ഇതിനകത്ത് വവൽസ് ഏതാണ് P 16, 6, 18, 9, 22, 1, 3, 25 അല്ലേ. ജസ്റ്റ് നമ്പേഴ്സ്. ഇനി ഇതിനകത്ത് വവൽസ് ഏതൊക്കെയാണ് I വവല്, A വവല്, ഐയും എയും മാത്രമേ വവല്. അപ്പോൾ A വരും ഫസ്റ്റ് A, ദെൻ അഗെയിൻ I, എയും ഐയും പോയി. ഇനി ആൽഫബറ്റ് ഓർഡർ 16 ഉണ്ട്, 18 ഉണ്ട്, C വരും AIC ആണ് എല്ലാ AIC. ഈ ഒരു ഓപ്ഷൻ അവോയ്ഡ് ചെയ്യുക AIC. ഇനി സിയും പോയി കഴിഞ്ഞാൽ പിന്നെ ഇതൊരു AIC കൺസണൻ്റ്. ഇപ്പോൾ ഇത്രയും വവൽസ് അസെൻഡിങ് ഓർഡർ. ഇനി C പോയി, ദെൻ അഗെയിൻ P, CP, ദെൻ R, CPR, VY കണ്ട. V പോയി, Y പോയി അല്ലേ. ആൽഫബറ്റ് ഓർഡർ CPRVY CPR ഓപ്ഷൻ ബി AICPRVY ഓക്കെ അല്ലേ. ശരി. വിച്ച് ഓപ്ഷൻ റെപ്രസെൻറ്റ് ദ കറക്റ്റ് ഓർഡർ ഓഫ് ദ ഗിവൺ വേർഡ്സ് ആസ് ദ വുഡ് അപ്പിയർ ഇൻ ആൻ ഇംഗ്ലീഷ് ഡിക്ഷണറി. ഓക്കെ ഡിക്ഷണറിയിലെ കറക്റ്റ് അറേഞ്ച്മെൻറ്റ്. ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയാൽ 3 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 2 ഉണ്ട്. അപ്പോൾ 3 ഉം 2 ആണെന്ന് നോക്കാം. അപ്പോൾ 3 ആണ് 2 ആണെന്ന് നോക്കിയാൽ 3 ആണെങ്കിൽ 2 പോവും, 2 ആണെങ്കിൽ 2 ഓപ്ഷൻ പോവും. അപ്പോൾ 3 ഉം 2 ഉം തമ്മിൽ ജസ്റ്റ് കമ്പയർ ചെയ്യാം. BR 2 കഴിഞ്ഞിട്ട് 3 വരുള്ളൂ, കൺഫേം ആണ്. അപ്പോൾ 3 ഉള്ള ഓപ്ഷൻ തൽക്കാലം കട്ട് ചെയ്ത് വിടുക. 2 കഴിഞ്ഞിട്ട് 3 നമുക്ക് എന്താ ഡിക്ഷണറി ഓർഡർ നമുക്കറിയാം ആൽഫബറ്റ് ഓർഡറാണ്. ഇനി 2 കഴിഞ്ഞിട്ട് 1 ആണോ 3 ആണോ നോക്കുക. 1 ഉം 3 ഉം തമ്മിൽ ജസ്റ്റ് കമ്പയർ ചെയ്യുക. BRE A കഴിഞ്ഞ് ദെൻ BRE എയും കോമൺ ആണ്. D കഴിഞ്ഞിട്ട് K വരും. അപ്പോൾ 1 കഴിഞ്ഞിട്ട് 3 വരുള്ളൂ. ഓപ്ഷൻ ബി ആണ് 2 1. ഇവിടുത്തെ ആൻസർ 2 1 3 5 4 ഓക്കെ അല്ലേ. ഏതാണ് കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത്. ശരി. അടുത്ത ചോദ്യം.
ഓക്കെ, അടുത്തൊരു ബോർഡ് മാസ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ഒരെണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്താണ്, വിച്ച് ടു സൈൻ ഷുഡ് ബി ഇൻ്റർചേഞ്ച്ഡ് ടു മേക്ക് ദ ബിലോ ഇക്വേഷൻ മാത്തമാറ്റിക്കലി കറക്റ്റ്. ശരി, അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻ വൈസ് ചെയ്യാം. ഫസ്റ്റ് ഈ ഒരു ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യാം. നമ്പേഴ്സിന് ചേഞ്ച് ഇല്ല. 112 മൈനസിന് ചേഞ്ച് ഉണ്ട്, ഡിവൈഡ്. ഇനി ഡിവൈഡ് മൈനസ് ആയി, ഇത് നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യുക. 40 + 8 × 12 = 64. ഓക്കെ, അതിൻ്റെ വാല്യൂ 64ലേക്ക് വരുമോ എന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പോർഷൻ ലെഫ്റ്റ് LHS ചെയ്യാം. 112 × 11 / 14, അല്ലെങ്കിൽ 4 എന്ത് ചെയ്താൽ നമുക്ക് 2 കിട്ടും. 14 × ഏകദേശം 80 ചെയ്ത് നോക്കാം. 14 × 80, 14 × 8, അതായത് 10 × 8 80, 8 × 4 80 + 32 എത്ര വരും? 114 വരും അല്ലേ? അല്ലെങ്കിൽ 112 വരും. 14 × 8, അതായത് 10 × 8 എത്ര? 80 ആണ്. ഇനി 8 × 4 30, 80 + 32 112 അല്ലെ? അല്ലെങ്കിൽ ജസ്റ്റ് ക്രോസ് ചെയ്ത് നോക്കുക. അപ്പോൾ 14 × 8 ആണ് 112. അപ്പോൾ ബോർഡ് മാസ് റൂളിൽ 8 ചെയ്യുക. ഇനി അഗെയിൻ 8 × 12 ഡിവിഷൻ കഴിഞ്ഞ് എന്ത് ചെയ്യുക? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 12 × 8 എത്ര വരും? 10 × 8 80, 8 × 16, 80 + 16 96 അല്ലേ? ജസ്റ്റ് ഇനി ഇവിടെ നോക്കാം. 96 + 8 എത്ര വരും? 104. 104 - 40 അല്ലേ? 40 കുറക്കുക. 100ൽ നിന്ന് 40 കുറച്ചാൽ നമുക്കറിയാം 60 ആണ്. അപ്പോൾ 104 ൽ 40 കുറച്ചാൽ 64, 64. LHS RHS ഈക്വലായി. അപ്പോൾ ആൻസറായിട്ട് വരുന്നത് ഡിവൈഡ് മൈനസ് തമ്മിൽ ഈ ഒരു സീരീസിൽ ഇൻ്റർചേഞ്ച് ചെയ്യുക. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ 5th letter cluster in the same way as the 2nd letter cluster is related to the 1st letter cluster and the 4th letter cluster is related to the 3rd letter cluster. ഓക്കെ, ഒരു സെയിം കണക്ഷൻ. ഇത് മുകളിലൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്, 1-2 ക്വസ്റ്റ്യൻ ചെയ്തതാണ് ഈ ഒരു ഷിഫ്റ്റിൽ. ഇവിടെ നോക്കാം. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ നോക്കി പോകുക. അതെ, ഡൗൺ എന്നുള്ളത് ഈ ഒരു രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, ആർമി ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്താ വേണ്ടത്? ഹോം അല്ലേ? ഇവിടെ നോക്കിയോ, ഫസ്റ്റ് ഡൗണിൻ്റെ കേസ് നോക്കാം. DOWN അല്ലേ? ഇവിടുത്തെ പാറ്റേൺ ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്യാം. നമുക്കറിയാം ABCD എക്സെട്ര Z വരെ എഴുതുക. തിരിച്ച് ABCD അവിടെ നിന്ന് എഴുതുക. അപ്പോൾ ABCD എക്സെട്ര XYZ ഇങ്ങനെ എഴുതാൻ നേരത്തെ ഇവിടെ വന്നാണ് ഓപ്പോസിറ്റ് ലെറ്റേഴ്സ്. എക്ക് ഓപ്പോസിറ്റ് Z, ബിക്ക് ഓപ്പോസിറ്റ് Y, സിക്ക് ഓപ്പോസിറ്റ് Z. X നമുക്ക് സിക്ക് ഓപ്പോസിറ്റ് X, ഡിക്ക് ഓപ്പോസിറ്റ് ആണ് ഇതിന് W, പിക്ക് ഓപ്പോസിറ്റ് ആണ് K. അങ്ങനെ നമ്മൾ പഠിക്കുന്നതാണ്. ജസ്റ്റ് ഒരു കോഡൊക്കെ ഉണ്ട്. ഇനി അപ്പോൾ ഡിക്ക് ഓപ്പോസിറ്റ് നമുക്കറിയാം W ആണ്. W ആണ്. ഡിക്ക് ഓപ്പോസിറ്റ് W. ഇനി ഒയ്ക്ക് ഓപ്പോസിറ്റ് L വരും. ഓക്കെ, ജസ്റ്റ് ഇനി ഡബ്ല്യുവിന് ഓപ്പോസിറ്റ് നമുക്കറിയാം. ഡിക്ക് ഓപ്പോസിറ്റ് W ആണ്, ഡബ്ല്യുവിന് ഓപ്പോസിറ്റ് D ആയിരിക്കും, എന്നിന് ഓപ്പോസിറ്റ് M ആയിരിക്കും. പക്ഷെ അവിടെ കോഡ് ഇരിക്കണതിൽ ഈ ലെറ്റേഴ്സ് ഒന്നുമില്ല അല്ലേ? അപ്പോൾ ഇതെന്താ എഴുതിയത്? ഓപ്പോസിറ്റ് ലെറ്റർ ഒയുടെ ഓപ്പോസിറ്റ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് ലെറ്റർ അല്ലേ? ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ ഉള്ളത് V ഉണ്ട്, K ഉണ്ട്, C ഉണ്ട്, L ഉണ്ട്. അപ്പോൾ ഡൗൺ എങ്ങനെ കോഡ് ചെയ്തിരിക്കണം? ഈ ഒരു രീതിയിലാണ് കോഡ് ചെയ്തിരിക്കണം അല്ലേ? ജസ്റ്റ് ഇവിടെ നോക്കിയോ, വിക്ക് തൊട്ട് മുമ്പത്തെ ലെറ്ററാണ് -1, എല്ലിന് തൊട്ട് മുമ്പ് K L എന്ന തൊട്ട് മുമ്പത്തെ ലെറ്ററാണ്, ഡിക്ക് തൊട്ട് മുമ്പ് C ഉണ്ട്, എമ്മിന് തൊട്ട് മുമ്പ് L ഉണ്ട്. ഇവിടുത്തെ പാറ്റേൺ മനസ്സിലായ? എല്ലാത്തിൻ്റെ ഓപ്പോസിറ്റ് ലെറ്റർ എഴുതുക, തൊട്ട് പിന്നിൽ ലെറ്റർ എഴുതുക. ഇനി ആർമി ആ ഒരു കണക്ഷൻ കിട്ടണമെന്ന് നോക്കാം. ARMY, വൈക്ക് ഓപ്പോസിറ്റ് ഏതാ? B ആണ്. എമ്മിന് ഓപ്പോസിറ്റ് N, ആറിന് ഓപ്പോസിറ്റ് I, എക്ക് ഓപ്പോസിറ്റ് Z വരും അല്ല? പക്ഷേ ഇതല്ല കോഡ് ചെയ്തിരിക്കണത്. ഇസഡിന് തൊട്ട് മുമ്പ് Y ഉണ്ട്, ഐക്ക് തൊട്ട് മുമ്പ് H ഉണ്ട്, എന്നിൻ്റെ തൊട്ട് മുമ്പ് M ഉണ്ട്, A ഉണ്ട്, YHMA അല്ലേ? അപ്പോൾ ഇവിടുത്തെ കണക്ഷൻ എന്താണ്? എല്ലാത്തിൻ്റെ ഓപ്പോസിറ്റ് പെയർ എഴുതുക. ഇത് ഓപ്പോസിറ്റ് പെയർ, എന്നിവിടെ -1, എല്ലാത്തിൽ നിന്നും -1. ഓക്കെ അല്ലേ? ജസ്റ്റ് നമുക്ക് എന്തിൻ്റെ കോഡാണ് വേണ്ടത്? ജസ്റ്റ് നോക്കാം. ഹോം, HOME, ഇക്ക് ഓപ്പോസിറ്റ് V, ഇനി എമ്മിന് ഓപ്പോസിറ്റ് എല്ലാത്തിൻ്റെ ഓപ്പോസിറ്റ് പെയർ. എച്ചിന് ഓപ്പോസിറ്റ് S, എല്ലിന് ഒയ്ക്ക് ഓപ്പോസിറ്റ് നമുക്കറിയാം L ആണ്, എമ്മിന് ഓപ്പോസിറ്റ് N, ഇക്ക് ഓപ്പോസിറ്റ് V അല്ലേ? പക്ഷെ ഇത് കോഡിലുണ്ടാവത്തില്ല. ഇനി എസ്സിന് തൊട്ട് മുമ്പത്തെ ലെറ്റർ നമുക്കറിയാം R ആണ്. ഇനി ഇതിന് എല്ലാത്തിനും എന്താ ചെയ്യേണ്ടത്? -1. എസ്സിന് മുമ്പ് R, എല്ലിന് മുമ്പ് K L എന്നാണ് പറയുന്നത്. അപ്പോൾ RK ഉള്ള ഓപ്ഷൻ ആയിരിക്കും ആൻസറായിട്ട് വരിക. കണ്ടോ? SLNV ഓപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ തെറ്റിക്കായിട്ടിരിക്കുന്നതാണ്. ഇനി അടുത്തത് RKMU ആയിരിക്കും ആൻസറായിട്ട് വരിക. അതെ, എന്നിന് തൊട്ട് മുമ്പ് M, വിക്ക് തൊട്ട് മുമ്പ്
ഏതാ യു ആണ്. അപ്പോൾ RKMU ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് വിൽ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഗിവൺ സീരീസ്? ഓക്കെ, നമ്പർ സീരീസായിട്ട് റിലേറ്റ് ചെയ്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു സീരീസ് നമ്മൾ കണ്ടായിരുന്നു ഓൾട്ടർനേറ്റിംഗ് ആയിട്ട് ഓഡ് നമ്പർ ഈവൻ നമ്പർ. അപ്പോൾ ഇവിടെ നോക്കിയാൽ 23, 24, 50, 153. ഓക്കെ, ആ നമ്പേഴ്സ് ഞാൻ ജസ്റ്റ് ഒന്നുകൂടി എടുത്തെടുത്താം. 23, 24, then 50, 153 അല്ലേ? Then again 23 into 1 plus 1, 23 into 1 plus 1 എന്ന് എഴുതി അല്ലേ? ഇനി 24 ഇവിടെ ഇന്ന് 1 ആയിരുന്നു, ഇൻറ്റു 2 പ്ലസ് 2 എഴുതി. 24 ഇൻറ്റു 2 നമുക്കറിയാം 48 ആണ്. 48 പ്ലസ് 2 എത്രയാണ്? 50 ആണ് അല്ലേ? ഇനി ഇവിടെ ഞാൻ 50 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 2 പ്ലസ് 2. അടുത്തത് ഇൻറ്റു 3 പ്ലസ് 3 അല്ലേ? 50 ഇൻറ്റു 3 എത്രയാണ്? 150 ആണ്. 150 പ്ലസ് 3 153 ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ ആ ഒരു കണക്ഷൻ. അപ്പോൾ ഇവിടുന്ന് കണക്ഷൻ മനസ്സിലായി കാണുമല്ലോ. ഇനി അടുത്ത കണക്ഷൻ എന്തായിരിക്കും ഇവിടെ തന്നെ? ഇൻറ്റു 4 പ്ലസ് 4 അല്ലേ? ഇൻറ്റു 4 153 ഇൻറ്റു 4 പ്ലസ് 4 153 ഇൻറ്റു 4 എത്ര വരും? 153 ഇൻറ്റു 4 നമുക്കറിയാം 100 ഇൻറ്റു 4 400 ആണ്. 50 ഇൻറ്റു 4 200, 3 ഇൻറ്റു 4 12 അല്ലേ? അപ്പോൾ 612 വരും. ജസ്റ്റ് ചെയ്ത് നോക്കുക. 153 ഇൻറ്റു 4 600, അല്ലെങ്കിൽ 150 ഇൻറ്റു 4 നമുക്കറിയാം 150 ഇൻറ്റു 4 600 അല്ലേ? 3 ഇൻറ്റു 4 12 ആണ്. 600 പ്ലസ് 12 612 ആണ്. ഓക്കെ, ഇനി അതിനോട് എന്ത് ചെയ്യണം? 612 പ്ലസ് 4 എത്ര വരും? 616 അല്ലേ? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ടൈം 616. ഓക്കെ അല്ലേ? ശരി, അപ്പോൾ ഇതൊക്കെയായിരുന്നു ആ ഒരു ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ്. ഇതോടെ ഈ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.